രാത്രി എന്താ? രാത്രിയോ? മോളെ രാത്രി നന്ദി കാണില്ലല്ലോ. അമ്മാരി ഫുഡാ. എന്താ? പെപ്സി. പെപ്സി? ആ പെപ്സി ഇല്ലെങ്കിൽ കുബൂസ് എന്തായാലും ഉണ്ടാവും. പറയല്ലേ നിങ്ങൾ കുബൂസ് കഴിക്കുന്ന നമുക്കൊരു വെയിറ്റ് അല്ലേ? നല്ല വെയിറ്റ് ഉള്ള വെയിറ്റ് പോവുള്ളൂ. അല്ല സാധനങ്ങളൊക്കെ സൂപ്പർ സാധനാണിക്കാ. എന്താ കാട്ടിയേ? അത് മേലെ അടിക്കണതല്ല. ഇതൊക്കെ പിന്നെയും വരാം. കഴിഞ്ഞ വെട്ടിന് എന്താ സ്ഥിതി? എനിക്ക് മറ്റേ നിവ്യ എടുത്താണ് ബ്രെഡ് തെച്ച് തിന്നുക. ഞാൻ എന്തോ കണ്ടോണ്ട് എന്തോ ഒരു ഭാഗ്യമായിപ്പോയി. വേണ്ടാത്ത ഓരോ പണി. അല്ല അറബി സംസാരിക്കോ? അറബി സംസാരിക്കാൻ പിന്നെ മൂങ്ങ ഏട്ടാ മൂപ്പര്. നിങ്ങൾ അറബി സംസാരിക്കോന്ന്? എന്താ നിങ്ങളെ ബാക്ക് കൂടി കാറ്റ് പോന്നേ? ബാക്ക് കൂടി കാറ്റ് പോയില്ലേ? ഞാൻ തിരിച്ചു പോയതാ. എടി എന്നോട് പറയണേ, ഈ ആരോടും പറയരുത്. ഞാൻ എന്നോട് മലയാളം മറന്നുപോയി. എന്നോട് ഗൾഫിൽ നിന്ന് അറബി പറഞ്ഞു മലയാളം മറന്നുപോയി. ഞാൻ ഇപ്പൊ കാറിൽ വരുമ്പോ ഇങ്ങനെ ഓർത്തെടുത്തിക്ക മലയാളം എന്താന്നുള്ളത്. കൈപ്പൊക്കെ കിട്ടിയില്ല, പയറ് കിട്ടീനെ വെച്ച് നമ്മൾ തോന്നുണ്ടാക്കി. നാളെ വേണേ പോയി കൈപ്പൊക്കെ വാങ്ങാം. എടി കൈപ്പറ്റും പയറൊന്നുമല്ല, കൈഫാലക്. എനിക്ക് സുഖാണോ? നിങ്ങളില്ലാത്തോണ്ട് എനിക്ക് ഇവിടെ പരമസുഖാണ്. ഒന്നുമില്ല. യാ ഹബീബി. ഹായ് ഹബീബി. യാ എവിടെയാണ് മുത്ത്? എന്താ എന്റെ സ്ഥിതി? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയേണ്ട ആളല്ലോ. ഈ ഇന്റെ കുട്ടി ഗൾഫിലേക്ക് പോര്. എനിക്ക് പ്രീവിയസ് തരാം. പൈസയും കൊടുക്കണ്ടല്ലോ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നു. യാത്ര സുഖോ? എന്റെ പൊന്നാര മോനെ ഒരു നൂലിന് കഴിച്ചില്ലായിരുന്നു പറഞ്ഞാ മതി. ആരുതോ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലായിരുന്ന ഞാന്. അന്നോട് പറയുകയാണെങ്കിൽ സൗദിയില് പ്ലെയിന് കയറി ഒരു 2 കടലങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലെയിനൊക്കെ അവിടെ പട്ടം മുറ്റിയമാതിരി കളിക്കാം. ആൾക്കാരൊക്കെ പാടെ നെലിയും വിളി. നൊലിയാൽ കുറെ ആൾക്കാർ ദിക്കറില്ലുണ്ട്, കുറെ ആൾക്കാർ ഈശ്വരനെ വിളിക്കുന്നുണ്ട്. ഭയങ്കര നൊലിയും വിളി. അപ്പൊ ഞാനടങ്ങനെ കുത്തിരിക്കും. അപ്പൊ എന്റെ 3 ഹാഫ് ടൗസത്തെ പെൺകുട്ടികൾ വന്ന് ചോദിച്ചു, ആർക്കെങ്കിലും ഇവിടെ വലിയ വണ്ടി വിടാൻ അറിയോന്ന്. ഞാൻ മിണ്ടിയില്ല. അപ്പൊ ചെങ്ങ എനിക്കറിയാന്ന്. ഏത് വണ്ടിയാ വിടുക? അപ്പൊ പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ വിടുന്നു. ഇരിക്കണ അവിടെ നിന്നു. പിന്നെ ചോദിച്ചു ആരവിടെ വലിയ വണ്ടി ഇവിടെ വേഗം പറയുന്നത്. അപ്പൊ ഞാനത് കൈ പൊന്തിച്ച് ഞാൻ വിടുന്നായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് വരികയാണ്. ഇനിയും കൂട്ടി പോയി. ആ പെൺകുട്ടികൾ ഇനിയും കൂട്ടി പോയപ്പോ എന്താ സ്ഥിതി? ഡ്രൈവർ ഉണ്ട് നെഞ്ഞത്തവനായി ഇങ്ങനെ കുത്തിരിക്ക. അതാ പ്ലെയിൻ തന്നെ കളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നൊലോച്ചോണ്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ഡ്രൈവറെ പിടിച്ചാണ് മാറ്റിയാന്ന്. ആ ബെഡിലേക്ക് കെട്ടി ഞാൻ ആ കസലയിലാണ് കേറിയിരുന്ന്. ഞാൻ പിന്നെ എന്റെ ധൈര്യം നോക്കണം നിങ്ങള്. ഞാൻ ബസ്സിലേക്ക് കണ്ടു ഒറ്റ പോക്കായാണ്. പോയിട്ട് അമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അമ്പൊന്നുമില്ല, നേരിട്ടാണ് വിട്ടാ മതി. നേരിട്ട് വിട്ട് ഞാൻ എയർപോർട്ടിലേക്കാണ്ട് ഇറക്കി. ഇജ്ജ് കേൾക്കണ്ടോ? എനിക്കിപ്പോഴും സാധനത്തിനോട് ഇങ്ങോട്ട് വാങ്ങി. എന്നോട് പറയാൻ പ്ലെയിൻ ഞാൻ എയർപോർട്ടിലേക്കാണ്ട് ഇറക്കി. എയർപോർട്ടിൽ ആൾക്കാരൊക്കെ പാടെ ഇങ്ങോട്ട് ഓടിയെന്ന്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്റെ വിടല്? നല്ല വിടല്. എങ്ങനെയുണ്ട് എന്റെ വിടല്? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിക്കാ സൗദി എത്തിന്ന്? അതോ ഇവിടുത്തെ നല്ല സിസ്റ്റം അല്ലല്ലോ. എന്നോട് ഗൾഫ് എന്നൊക്കെ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത്. ഈ ഗൾഫിൽ സൗദിനായിട്ട് എത്തിക്കുകയാണെങ്കിൽ വലിയൊരു ബലൂണ് മുകളിലേക്കാണ് പൊന്തി അങ്ങോട്ട് വരും. എന്നിട്ട് ആ ബലൂണിന്റെ മുകളിൽ എഴുതിണ്ടാവും വെൽക്കം ടു സൗദി അറേബ്യ. അപ്പൊ ഒന്നും നോക്കണം, അങ്ങോട്ട് റെസ്റ്റ് ഇറക്കാനോ. എന്താണ് അവിടെ ശരിക്കും ജോലിയോ? എനിക്കവിടെ അറബീനെ കറക്കണ പണിയല്ലേ. അറബീനെ കറക്ക? അറബി എന്താ പശുവോ? അല്ല ഒട്ടകോ. മോതൊക്കെ തരിക. ഞാൻ അവിടെ ഡ്രൈവർ അല്ലേ. അറബീനെ വണ്ടി കയറ്റി അങ്ങനെ കറക്കുക. പിന്നെ മൊത്തം സ്ഥലം ഞാൻ കണ്ടില്ല. അതല്ല ഇത്തിരി സാധനം കൊണ്ടുവന്നേ. മോളെ അന്നൊക്കെ എന്താ ചെയ്യേണ്ടറിയാം? ഏത് സ്ഥലം കണ്ടിക്ക? ആര് കണ്ടിക്ക? ബാത്റൂമിന്ന് ബെഡ്റൂമിലേക്കും ബെഡ്റൂമിന്ന് ബാത്റൂമിലേക്കും അത്ര ഞാൻ സ്ഥലം കണ്ടുള്ളൂ. മൂപ്പര് കുഴഞ്ഞു കിടക്കല്ലേ. മൂപ്പര് കുഴഞ്ഞു കിടക്ക. ഞാൻ വീൽ ചെയറിന്റെ ഡ്രൈവറാ. വീൽ ചെയറിന് കയറ്റി അങ്ങനെ കൊണ്ടുപോകാം. ഇത്രേ കണ്ടുള്ളൂ. ആ വീൽ ചെയറിന്റെ ഡ്രൈവറാ. മിണ്ടി പോയിട്ട് കണ്ണടപ്പം തരും ഞാന്. അല്ല നിങ്ങള് ബീച്ചിന്റെ ഡ്രൈവറാ പറയുമ്പോ അഭിമാനല്ലേ? സ്വന്തം അഭിമാനിച്ചാ മതി. ഓല അറിയിക്കണ്ട. ഇല്ലാന്ന് സാധനമൊക്കെ എങ്ങനെ എന്റെ കുടുംബക്കാരെ വീട്ടിലെത്തിക്ക? അതോ അത് ഞാൻ എന്റെ സൈക്കിളിന്റെ മുകളിൽ വെച്ചുണ്ടായിക്കോളാം. ആ സൈക്കിളിനെ കെട്ടി കൊണ്ടുപോയിക്കോളാം ഞാന്. നിങ്ങൾ എന്നാണിക്ക പറയും നിങ്ങൾ ദുബായ്ക്കാരനാണ്? അതിന് ടാക്സി വിളിച്ചു പോണോ? എന്റെ പപ്പൂന് പഠിക്കാൻ ടാക്സി വിളിക്കാന്? അതല്ല നിങ്ങൾ ഗൾഫുകാരനാണിക്ക. അയ്യാച്ചിട്ട് അത് വേണോ? പിന്നെ അടുത്ത മാസം 5-ാം തീയതി എന്റെ ഇളയപ്പാന്റെ മോളെ നിക്കാഹ്. അമ്മ പള്ളർച്ച് തിന്നു പോരുന്നു. തിന്നാ മാത്രം
5 പവനെങ്കിലും കൊടുക്കണം. 5 പവനോ? ആകെ 2 പവന്റെ വകുപ്പ് ഇല്ല ഇപ്പൊ എനിക്ക്. പിന്നെ ഗൾഫാരെ അത് പോകുമ്പോ ടാക്സി വിളിച്ചു. ഓ അതിന് എനിക്ക് ടാക്സി വേണല്ലേ? പിന്നെ ഇന്ന് നമുക്ക് എന്റെ ആങ്ങളെന്റെ പുര വരുന്നു. അതിന്റെ അപ്പൊ അങ്ങോട്ട് എട്ടിയെടുക്കണേ. ഓനൊരു ഫോണ് കൊടുക്കണോ? ഓനക്ക് ഫോണല്ലേ 2 ഷീറ്റ് വാങ്ങി എന്റെ മുകളിൽ ഇടാൻ മതി. മഴ എത്തിക്കാണ് തുള്ളി വെള്ളം പുറത്തേക്ക് പോകില്ല. അങ്ങനത്തെ എന്താ ഫോണ്? നിങ്ങൾ എന്റെ കുടുംബത്തെ കുറ്റം പറയണ്ട. ഇത് കേക്ക് പോകുമ്പോ ടാക്സി വിളിച്ചു പോണം. ഓ അവിടെ എനിക്ക് ടാക്സി തന്നെ വേണല്ലോ എനിക്ക്. വേണോ? ഓ പിന്നെ എളപ്പാന്റെ പുരയായി. ഞാനോ? ഞാൻ തിരിച്ചു പോവാ. എങ്ങോട്ട്? ഗൾഫിലേക്ക് തന്നെ. എന്തിനോ? എടി ഈ ഇപ്പൊ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി തന്നെങ്കിലേ ഇനി ഞാൻ 5-6 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെടണോ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ബസ്സിന് തന്നെ എയർപോർട്ടിലാണ്ട് പോകാൻ പോവാ. അയ്യോ ബസ്സിന് പോണ്ട. പിന്നെ നിങ്ങൾ ഗൾഫാരനാണ്. ടാക്സി വിളിച്ചു പോണം. ടാക്സി